സ്നേഹിക്കുന്നേ 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 യേശുവേ, വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയും. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 46 അധ്യായത്തിൽ ഭാവിയിൽ യഹൂദന്മാർ സ്ഥാപിക്കാൻ പോകുന്ന ദേവാലയത്തിൽ നടത്തേണ്ട ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായി കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം. പ്രിപ്പയർ ദ lamb, the grain offering and the olive oil every morning as a daily burnt offering. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കൃപയുടെ ഒരു ഉപാധിയായി പഴയ നിയമത്തിലെ യാഗങ്ങൾ നിലകൊള്ളുന്നു. ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ ജനം ദൈവത്തെ ത്യജിച്ച് വിഗ്രഹങ്ങളെ സേവിക്കുകയും പാപങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടികൾ ലംഘിച്ചപ്പോൾ, യാഗങ്ങളിലൂടെ അവർ ദൈവവുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കപ്പെടുത്തുകയും ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് പ്രധാനമായും 5 യാഗങ്ങളാണ് നിയമിക്കപ്പെട്ടിരുന്നത്. നാം വായിച്ച വാക്യത്തിൽ സ്വമേധയായും നിരന്തരമായും ചെയ്യേണ്ട 2 യാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഹോമയാഗത്തിന്റെ ഉദ്ദേശ്യം പാപത്തിന്റെ പൊതുവായ പ്രായശ്ചിത്തവും ദൈവത്തോടുള്ള ഭക്തിയുടെ പ്രകടനവുമായിരുന്നു. ദൈവത്തോടുള്ള ഭക്തിയുടെ സ്വമേധയായുള്ള പ്രകടനവും അവിടുത്തെ നന്മയും കരുതലും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഭോജനയാഗത്തിന്റെ ഉദ്ദേശ്യം. യഹൂദന്മാരുടെ ദേവാലയം നശിച്ചതോടെ യാഗങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നില്ല. പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണയാഗത്തിന്റെ നിഴലായിരുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാവങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് എബ്രായർ ലേഖനം 10:4 എഴുതിയിരിക്കുന്നു. 10 വാക്യം വായിക്കുന്നത്, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും 14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് യേശു കർത്താവ് മരിച്ചത്. യേശു ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൽ നിന്ന് വിമോചനമുണ്ട്. അവർ നിരന്തരമായി എന്നെന്നും അർപ്പിക്കേണ്ട യാഗങ്ങളാണ് ഹോമയാഗവും ഭോജനയാഗവും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ആരാധന, ഭക്തി, ദൈവത്തോടുള്ള പ്രതിബദ്ധത എന്നിവ പ്രകടിപ്പിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ട സ്വമേധയായുള്ള വഴിപാടുകളിന് നിഴലാകുന്നു ഹോമയാഗം. ദൈവത്തോടുള്ള ഭക്തിയും അവന്റെ നന്മയ്ക്കും കരുതലിനും നന്ദി പ്രകടിപ്പിക്കുന്ന യാഗമാണ് ഭോജനയാഗം. നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിക്കുവാൻ യാഗമായി തീർന്ന ദൈവത്തിന് നമ്മെ തന്നെ യാഗമാക്കി സമർപ്പിക്കുകയാണ് വേണ്ടത്. പൗലോസ് അതിങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്നേഹവും സമർപ്പണവുമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വഴിപാട് മുഴുവൻ വ്യക്തിയുടെയും ക്രിസ്തുവിന് കീഴടങ്ങുന്നതിന്റെ പ്രകടനമാകുന്നു. യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലാം. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയ്ക്ക് പ്രസാദമുള്ള യാഗമായി അടിയങ്ങളെ സ്വീകരിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.